ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ അക്ബർ വന്നിട്ട് കരയുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ റീ എൻട്രി ആയിട്ട് കയറി വന്നവര് ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. നമ്മളൊക്കെ കുറെ അനുഭവിച്ചതാണ്. ഇനി എപ്പോഴും നിന്റെ കാര്യം ഇങ്ങനെ ആകുന്നു പറയാനാവത്തില്ല, നിന്റെ വീട്ടുകാരെ പോലും തെറി പറയുന്നുണ്ട് എന്ന ഒരു ഇമ്പാക്ട് അവിടെയുള്ളവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അനുമോളുടെ PR എന്തൊക്കെയോ വളരെ ക്രൂരമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള അക്ബർ അതിലേക്ക് വളരെ ഇമോഷണൽ ആകുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പോഴും കുറെ എണ്ണത്തിന് ഇങ്ങനെ വീട്ടിനകത്തേക്ക് ബിഗ് ബോസ് കയറ്റി വിടുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എന്തിനാണാവോ പറഞ്ഞു വിടുന്നത്? അതിനകത്ത് ഇത്രയും സർവൈവ് ചെയ്ത് കളിച്ചിട്ട് ഇവിടം വരെ എത്തിയ കണ്ടസ്റ്റൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, മെന്റലി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിന്നർ ആക്കാൻ വേണ്ടി പ്രാപ്തരാകുക, ഇതിനൊക്കെ വേണ്ടിയാണ്. എന്നാൽ കേറി വന്നിട്ട് ചെയ്യുന്നത് വേറൊന്ന്, പറയുന്നത് വേറൊന്ന്, വിഷം കുത്തി വെച്ചിട്ടും അതുപോലെ സ്പ്രേ ചെയ്തിട്ടൊക്കെ ഓരോന്നിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് ശ്രമിച്ചത്. അതായത് എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്നത് കഷ്ടം തന്നെ കേട്ടോ. പിന്നെ ഈ ഷോയിലേക്ക് വരുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറത്ത് നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് ഉണ്ടാകും, ടാർഗറ്റ് ചെയ്യും. എന്നാൽ അതിലൊന്നും ഭയക്കാതെ പറയുന്നത് എവിടെയും നല്ല തക്കതായ മറുപടി കൊടുക്കാൻ കഴിയുന്നവർ മാത്രം ഇങ്ങ് പോന്നാ മതിയേ. അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് സ്വന്തം കഴിവും പരിശ്രമം അടിയറവ് പറഞ്ഞിട്ട് ആ ഒരു പോക്കുണ്ടല്ലോ, അത് ഇവിടെ അത്ര നല്ലതല്ലേ. ഇവിടെ തന്നെ നോക്കണം, മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന നമ്മുടെ അക്ബർ, ആദില, ഇത്രയേ ഉള്ളൂ. ഇവരെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഓഡിയൻസ് കരുതി പോവേ. അത് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും.